ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നൈറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൈറ്റി മാർക്ക് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊരു എക്സൽ സൈസ് നൈറ്റിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മെഷർമെൻറ്റ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഷോൾഡർ 7.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്, ആം ഹോൾ 8 ഇഞ്ച്, ചെസ്റ്റ് 11.5 ഇഞ്ച്, ഷോൾഡറിൽ നിന്നൊരു 14 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തു, 10.5 ഇഞ്ച് വേസ്റ്റ് മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ്. ബാക്ക് നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിൽ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനുള്ള തയ്യൽ തുമ്പും കൂടി കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിലേക്കുള്ള ക്രോസ് പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 9 ഇഞ്ച് വീതിയും 14 ഇഞ്ച് നീളമുള്ള ഒരു പീസ് ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നെക്ക് ക്യാൻവാസിൽ ചെയ്യുന്നതുകൊണ്ടിട്ട് കറക്റ്റ് 3 ഇഞ്ച് തന്നെ നെക്ക് വിട്ട് കൊടുക്കുകയാണ്. 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ 3 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതൊന്ന് ബോക്സാക്കി വരച്ചെടുക്കാം. നെക്കിൻ്റെ ഷേപ്പ് റൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് ഷേപ്പ് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ടാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നെക്കിൻ്റെ റൗണ്ട് ഷേപ്പ് തുടങ്ങുന്നിടത്തും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സെൻറ്ററിൽ നിന്ന് താഴേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വരച്ചെടുക്കാം. ഈ നെക്കിൻ്റെ റൗണ്ട് ഷേപ്പ് തുടങ്ങുന്നത് വരെ 1 ഇഞ്ച് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് വരച്ചു കൊടുക്കാം. അവിടെ നിന്ന് താഴേക്ക് പോകുമ്പോൾ കുറച്ച് വെളിയിലേക്ക് ചേർത്ത് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി അവിടെ നിന്ന് താഴേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തേക്ക് ചെറുതായിട്ടൊന്ന് വളച്ച് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ നെക്കിൻ്റെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. മുകളിൽ 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെയാണ് ക്യാൻവാസ് വരുന്നത്. ഈ പീസിലാണ് ക്യാൻവാസ് അയൺ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് വേറൊരു നൈറ്റി കട്ട് ചെയ്തതിൻ്റെ ബാക്കി വന്നതാണ്. ഇപ്പോൾ 2 പീസായിട്ടാണ് ഇരിക്കുന്നത്. ക്യാൻവാസും 2 ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നേരത്തെ ഞാനൊരു നൈറ്റി ചെയ്തിരുന്നപ്പോൾ അപ്പോൾ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാൻവാസ് എന്തിനാണ് 2ആയി കട്ട് ചെയ്തതെന്ന്. അപ്പോൾ ക്യാൻവാസ് ഈ 2 പീസ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഈ രണ്ടും സെൽഫ് എഡ്ജാണ്. ഇവിടെ തിരിച്ചിട്ടെടുക്കണം പീസ്. അപ്പോൾ ഇവിടെ കട്ടി കൂടുതലായിരിക്കും. നമ്മൾ സിബ് വയ്ക്കുന്ന സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നും. അതുകൊണ്ടാണ് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കട്ട് ചെയ്യേണ്ട, ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെയും ക്യാൻവാസ് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ പക്ഷേ സിബ്ബല്ല വയ്ക്കുന്നത്. സിബ്ബ് വയ്ക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെ വെച്ച് സിബ്ബ് വയ്ക്കാം. ഇല്ലാത്തവർക്ക് ഇതിൽ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ടായിട്ട് സെൻറ്ററിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കട്ട് ചെയ്ത ക്യാൻവാസ് ഈ പീസിൽ വെച്ച് അയൺ ചെയ്തെടുക്കാം. ഈ പീസിൻ്റെ സെൻറ്റർ ഭാഗത്ത് പിന്നെ ക്യാൻവാസിൻ്റെ സെൻറ്ററും വരണം. അതായത് സെൽഫ് എഡ്ജ് വരുന്ന ഭാഗത്ത് ക്യാൻവാസിൻ്റെ സെൻറ്റർ പീസ് വരണം. അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഉണ്ടായിരുന്ന ഫാബ്രിക്കൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്.
ഇതിപ്പോൾ കട്ട് ചെയ്ത നൈറ്റിയുടെ പീസാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സെൻറ്റർ വരുന്ന ഭാഗത്ത് ആ പീസ് വെച്ചൊന്ന് പൈപ്പിംഗ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കട്ട് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് വീതിക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇത് ഫോൾഡ് ചെയ്ത ഭാഗത്തൂടെ ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീസിന് ക്യാൻവാസ് പീസിൽ വെച്ച് പൈപ്പിംഗ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ക്യാൻവാസ് വരുന്ന അത്രയും ദൂരം വരെ പൈപ്പിംഗ് ചെയ്താൽ മതി. ഇനി ഫ്രണ്ട് പീസ് എടുത്ത് നിവർത്തി ഇതിൻ്റെ ഉൾവശം എടുക്കണം. ഉൾവശത്ത് ആ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെൻറ്ററിൽ ഇതുപോലെ ചേർത്ത് ക്യാൻവാസ് പീസ് വെച്ച് കൊടുക്കാം. 2 പീസും സെൻറ്ററിൽ ചേർന്നിരിക്കണം. ഇങ്ങനെ വെച്ച് പിൻ ചെയ്ത് കൊടുക്കാം. കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ച് പിൻ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലേ അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എക്സ്ട്രാ ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റാം. സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഇനി ഈ പീസിനെ തിരിച്ച് ഫ്രണ്ടിലേക്ക് എടുക്കണം. തിരിച്ചെടുത്ത ശേഷവും ആ സെൻറ്ററിൽ 2 പീസും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് വീണ്ടും പിൻ ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ചേർത്ത് വെച്ച് തെന്നി പോകാത്ത രീതിയിൽ പിൻ ചെയ്ത് കൊടുക്കണം. പിൻ ചെയ്തിട്ട് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഷേപ്പിൽ കറക്റ്റ് അളവിൽ കിട്ടുള്ളൂ. പിൻ ചെയ്ത് കൊടുത്ത ശേഷം ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം പൈപ്പിങ്ങിൻ്റെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഈ താഴ്ഭാഗവും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ഏരിയയും ഈ പൈപ്പിങ്ങിൻ്റെ സൈഡും എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വൈറ്റ് കളർ ലേസ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഗ്രീൻ കളർ പീസിൻ്റെ സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവർ ലേസ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി കുറച്ച് ബട്ടൺ എടുത്ത് ഇതുപോലെ ആ പൈപ്പിംഗ് വെച്ചെടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കെട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഇത്രയൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇതിപ്പോൾ നൈറ്റി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കണേ.